ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് NCERT കെമിസ്ട്രി ക്ലാസ് +1 ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ്ങിലുള്ള മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാം എന്നുള്ളത് നോക്കാനായിട്ട് പോകുന്നു. ഇത് ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പം അറ്റോമിക് ഓർബിറ്റൽ ഫോർ എക്സാമ്പിൾ ഓരോ ആറ്റങ്ങൾ എടുക്കുവാണെങ്കിൽ ആറ്റങ്ങളിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ ദർ വിൽ ബി അതിന്റെ ഇലക്ട്രോണിക് ദറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു കെ ഷെൽ. അത് കെ ഷെല്ലാണ്. ആ കെ ഷെല്ലിലുള്ളതെന്ന് പറയുന്നത് ദർ വിൽ ബി ഓൺലി വൺ സബ്ഷെൽ ദറ്റ് ഈസ് 1s. ദെൻ n ഈസ് ഈക്വൽ ടു 2 എടുത്തു കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എൽ ഷെല്ലാണ്. എൽ ഷെല്ലിനകത്തുള്ള സബ്ഷെൽസ് എന്ന് പറയുന്നത് 2sഉം 2pയുമാണ്. n ഈസ് ഈക്വൽ ടു 3 എടുത്തു കഴിഞ്ഞാൽ KL എം ഷെല്ലാണ്. എം ഷെല്ലിനകത്തുള്ള സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത് 3s 3p 3d ആണ്. സോ നമ്മളിപ്പോൾ പി സബ്ഷെല്ല് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പി സബ്ഷെൽ എന്ന് പറയുന്നതിനകത്ത് 3 ഡിഫറെന്റ് ചെറിയ സബ്ഷെല്ലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പി നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് PZ, PX ആൻഡ് PY. ഡി സബ്ഷെല്ല് കൺസിഡർ ചെയ്താൽ ഇറ്റ് ക്യാൻ ബി DXZ, DYZ, DXY, DX² മൈനസ് Y², DZ². ഓരോ സബ്ഷെല്ലിനകത്തും 2 ഇലക്ട്രോണിനെ വെച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ n ഈസ് ഈക്വൽ ടു 1 ഒരു സബ്ഷെല്ലാണുള്ളത്, 1s സബ്ഷെല്ല്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ ആയിട്ട് 2 ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാം. 2sനകത്ത് 2 ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാം. 2p എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് ഉണ്ട്. സോ ഒരെണ്ണത്തിനകത്ത് 2 എണ്ണം വെച്ചിട്ട് 3 × 2 6. സോ ടോട്ടൽ എന്ന് പറയുന്നത് 8 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ 3sൽ 2 എണ്ണം, 3pയിൽ എന്ന് പറയുമ്പോൾ 6 എണ്ണം. 3d എടുക്കുമ്പോൾ d എന്ന് പറയുന്ന 5 ഡിഫറെന്റ് സബ്ഷെല്ലുണ്ട്. ടോട്ടൽ 10 ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാം. സോ മൊത്തം 18 ഇലക്ട്രോണെ കിട്ടും. നമ്മുടെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമുക്ക് ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്ത് അറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാനായിട്ട് പറ്റും. നേരെ മറിച്ച് ഇതൊരു മോളിക്യൂളായി മാറുമ്പോൾ when it is becoming a molecule ആയി മാറുമ്പോൾ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർബിറ്റൽസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ മോളിക്കുലർ ഓർബിറ്റൽസ് ആണുള്ളത്. അതായത് വൺ ഈസ് കോൾഡ് സിഗ്മ, അനദർ വൺ ഈസ് കോൾഡ് പൈ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. അതായത് 2 ഓർബിറ്റലുകൾ തമ്മിൽ ഡയറക്റ്റ് ഓവർലാപ്പിംഗ് നടന്ന് ഫോം ചെയ്യുന്നതാണ് സിഗ്മ ഓർബിറ്റൽ. ഫേസ് ടു ഫേസ് നോട്ട് ഫേസ് ടു ലാറ്ററൽ ഓവർലാപ്പിംഗ് നടന്ന് ഫോം ചെയ്യുന്നതാണ് പൈ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഓർബിറ്റൽ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഓൾറെഡി എന്തുണ്ട്, ഒരു 1s ഓർബിറ്റലുണ്ട്. മറ്റൊരു ഹൈഡ്രജൻ ആറ്റോടെ കൂടി ചേരുമ്പോൾ എന്താണ്, അതിലും ഒരു 1s ഉണ്ട്. ഈ 2 1s ഓർബിറ്റലോട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിഫറെന്റ് ഓർബിറ്റൽസ് കിട്ടും. ഒന്നെന്ന് പറയുന്നത് സിഗ്മ ഓർബിറ്റൽ, അനദർ വൺ എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ. അപ്പൊ ഇത് അസിസ്റ്റ് നത്തിങ് ബട്ട് സിഗ്മ 1sഉം ഇത് സിഗ്മ സ്റ്റാർ 1sഉം ആയിരിക്കും. ഈ സിഗ്മ 1sനെ വിളിക്കുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സിഗ്മ സ്റ്റാർ ഓർബിറ്റലിനെ വിളിക്കുന്ന പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. എപ്പോഴും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ എനർജി എന്ന് പറയുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ എനർജിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഡൺ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ദെൻ ഇനി ഓരോ മോളിക്കുലർ ഓർബിറ്റൽസ് എഴുതുന്ന സമയത്ത് ദർ ഈസ് ആൻ ഓർഡർ ഓഫ് എനർജി. ആ എനർജിയുടെ ഓർഡർ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമ്മൾ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിപ്പം മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഹൈഡ്രജൻ മോളിക്യൂൾ വരാം. ദെൻ വി ഹാവ് ഹീലിയം മോളിക്യൂൾ, ദെൻ വി ഹാവ് ലിഥിയം മോളിക്യൂൾ, ദെൻ വി ഹാവ് ബെറീലിയം മോളിക്യൂൾ, ദെൻ വി ഹാവ് ബോറോൺ മോളിക്യൂൾ, ദെൻ വി ഹാവ് കാർബൺ മോളിക്യൂൾ, ദെൻ വി ഹാവ് നൈട്രജൻ മോളിക്യൂൾ. ഇതുവരെ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും എനർജി കുറവ് സിഗ്മ 1sലായിരിക്കും. അതിനുശേഷം സിഗ്മ സ്റ്റാർ 1sലായിരിക്കും. ദെൻ ഉള്ളതെന്ന് പറയുന്നത് അപ്പൊ 1s തീർന്നു. ദെൻ എന്താണ് 2s ഉണ്ട്. സോ 2sനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്ന് പറയുന്നത് സിഗ്മ 2sലായിരിക്കും. പിന്നീട് വരുന്നത് സിഗ്മ സ്റ്റാർ 2sലായിരിക്കും. സിഗ്മ സ്റ്റാർ 2sലായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ബി പൈ 2px ആൻഡ് പൈ 2py. 2pxഉം 2pyയും പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയതുകൊണ്ട് അവ രണ്ടിന്റെയും എനർജി എന്ന് പറയുന്നത് സെയിം ആണ്. Pi 2px equal to pi 2py. Then we will be having sigma 2pz. Then we will be having sigma star 2pz. Then we will be having pi star 2px equal to pi star 2py. Pi star 2px equal to pi star 2py.
ഓക്കെ, ഇതാണ് ഇവിടെ നൈട്രജൻ വരെ. നൈട്രജന് ശേഷം ഓക്സിജൻ മോളിക്കൂൾ, ഫ്ലൂറിൻ മോളിക്കൂൾ, നിയോൺ മോളിക്കൂൾ, അങ്ങനെ ഫർദർ ആയിട്ട് പോകുന്ന കേസിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വരും. ഓർഡർ എന്ന് പറയുന്നത് സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ സിഗ്മ 2s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ ദെൻ ഈ പൈ 2px പൈ 2py, ദിസ് ഇസ് വൈ പൈ 2p വരുന്നതിന് പകരം ആദ്യം സിഗ്മ 2pz വരും. സിഗ്മ 2pz ലെസ് ദാൻ പൈ 2px ഈക്വൽ ടു പൈ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2 മിസ്റ്റേക്ക്. അതിനുശേഷം വരുന്നത് പൈയുടെ ആന്റിബോണ്ടിങ് ഓർബിറ്റലായിരിക്കും വരിക. അതായത് പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ഇതായിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഡർ വെച്ചിട്ട് വേണം നമ്മൾ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾ. ഒരു ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ, അപ്പൊ രണ്ട് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോൺ. സോ ഫസ്റ്റ് ഓർബിറ്റൽ എന്താണ്? സിഗ്മ 1s. സിഗ്മ 1s ഒരു സബ്ഷെൽ അല്ലെ ഒരു ഓർബിറ്റലിനകത്ത് നമുക്ക് എത്രയാണ്? രണ്ട് ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാം. സോ അപ്പൊ രണ്ട് ഇലക്ട്രോണും ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യും. ഡൺ, ഫൈൻ. ദെൻ അടുത്തെന്ന് പറയുന്ന ഹീലിയം മോളിക്കൂൾ. ഒരു ഹീലിയത്തിന് അത് രണ്ട് ഇലക്ട്രോൺ, അപ്പൊ മൊത്തം എത്ര വന്നു? 4 ഇലക്ട്രോൺ വന്നു. സോ എന്ത് വരും? ഇറ്റ് വിൽ ബിക്കം സിഗ്മ 1s. അവിടെ രണ്ട് ഇലക്ട്രോൺ വന്നു. നെക്സ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാർ 1s. അപ്പൊ സിഗ്മ സ്റ്റാർ 1sലും രണ്ട് ഇലക്ട്രോൺ വന്നു. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്ന ഹീലിയം. ദെൻ വി ഹാവ് ലിഥിയം മോളിക്കൂൾ. ലിഥിയത്തിനകത്ത് 3 ഇലക്ട്രോൺ. ലിഥിയം മോളിക്കൂൾ ആകുമ്പോൾ 6 ഇലക്ട്രോൺ. സോ ഫസ്റ്റ് വൺ സിഗ്മ 1s2. Then we will be having sigma star 1s2. Sigma star 1s കഴിഞ്ഞാൽ പിന്നെ സിഗ്മ 2s ആണുള്ളത്. So we will be having sigma 2s ആണ്. സിഗ്മ സ്റ്റാർ അല്ല, സിഗ്മ 2s. So we will be having sigma 2s2. Then we have next one beryllium molecule Be2. That is equal to beryllium ആകുമ്പോൾ 4 ഇലക്ട്രോൺ, beryllium molecule ആകുമ്പോൾ 8 ഇലക്ട്രോൺ. So first one is sigma 1s2. Then we will be having sigma star 1s2. Then we will be having sigma 2s2. അടുത്ത എന്താണ്? സിഗ്മ സ്റ്റാർ 2s2. ഓക്കെ, ലിഥിയം ബെറീലിയം വരെ. നെക്സ്റ്റ് വൺ ബോറോൺ മോളിക്കൂൾ. ഒരു ബോറോണിനകത്ത് 5 ഇലക്ട്രോൺ, ബോറോൺ മോളിക്കൂൾ ആകുമ്പോൾ 10 ഇലക്ട്രോൺ. സോ ഇറ്റ് വിൽ ബിക്കം സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ്? പിന്നെ എന്താണ്? പൈ 2px ഈക്വൽ ടു പൈ 2py. പൈ 2px ഈക്വൽ ടു പൈ 2py. സി നമുക്കിനി ഫിൽ ചെയ്യാൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ പൈ 2pxന്റെ എനർജിയും പൈ 2pyയുടെ എനർജിയും ഈക്വൽ അല്ലെങ്കിൽ സെയിം ആയതുകൊണ്ട് ഓരോ ഇലക്ട്രോൺ വെച്ച് ഓരോ പൈ ഓർബിറ്റലിലേക്കും പോകും. സോ ഇതായിരിക്കും അവിടുത്തെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോറോൺ കഴിഞ്ഞു. ബോറോണിന് ശേഷം കാർബൺ മോളിക്കൂൾ. സോ നമ്മളിപ്പം കാർബൺ നമുക്ക് അടുത്തിൽ എഴുതാം. സോ ഇഫ് യു ടേക്ക് കാർബൺ മോളിക്കൂൾ, കാർബണിനകത്ത് മൊത്തം 6 ഇലക്ട്രോൺ, 6 എത്ര വന്നു? 12 ഇലക്ട്രോൺ വന്നു. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിഗ്മ 1s2. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സിഗ്മ സ്റ്റാർ 1s2. അടുത്തത് സിഗ്മ 2s2. നെക്സ്റ്റ് ഈസ് സിഗ്മ സ്റ്റാർ 2s2. ദെൻ വി വിൽ ബി ഹാവിംഗ് സിഗ്മ 2s കഴിഞ്ഞാൽ വരുന്നത് പൈ 2px ഈക്വൽ ടു പൈ 2py. മൊത്തം എത്രയാണ്? 12 ഇലക്ട്രോൺ. 2 4 4 4 8. ഇനി 4 ഉണ്ട്. അപ്പോൾ പൈ 2pxൽ 2 വരുന്നു, പൈ 2pyയിൽ 2 വരുന്നു. നെക്സ്റ്റ് വൺ നൈട്രജൻ. നൈട്രജൻ ആറ്റത്തിലുള്ളത് 7 ഇലക്ട്രോൺ, 7 2 14 ഇലക്ട്രോൺ. സോ നമുക്ക് എങ്ങനെ വിടാം? സിഗ്മ 1s2 2ആയി, സിഗ്മ സ്റ്റാർ 1s2 4ആയി. ദെൻ വി ഹാവ് സിഗ്മ 2s2 4 2 6ആയി. ദെൻ വി ഹാവ് സിഗ്മ സ്റ്റാർ 2s2 8ആയി. ദെൻ വി വിൽ ബി ഹാവിംഗ് പൈ 2px ഈക്വൽ ടു പൈ 2py 2 2. അപ്പൊ മൊത്തം എത്രയായി? 12 എണ്ണമായി. ദെൻ നമുക്കറിയാം പൈ 2px പൈ 2py കഴിഞ്ഞാൽ പിന്നെയുള്ളത് സിഗ്മ 2pz. So then we will be having sigma 2pz. അവിടെ 2 ഇലക്ട്രോൺ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ഓക്സിജൻ മോളിക്കൂൾ. ഓക്സിജൻ അകത്ത് വരുമ്പോൾ മൊത്തമുള്ളത് 8 ഇലക്ട്രോൺ, N2 16 ഇലക്ട്രോൺ വരും. സോ ഇതേ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. Then we will be having sigma 2s2 sigma star 2s2. Then ഇവിടെ നോക്കേണ്ടത് സിഗ്മ സ്റ്റാർ 2sന് ശേഷം സിഗ്മ സ്റ്റാർ 2sന് ശേഷം അടുത്ത വരുന്ന സിഗ്മ 2pz ദെൻ പൈ 2px ഈക്വൽ ടു പൈ 2py. അപ്പൊ ഇവിടെ ഓർഡറിന് ചേഞ്ച് വരുന്നുണ്ട്. സോ അപ്പൊ ഇവിടെ ഓർഡർ ചേഞ്ച് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഇവിടെ എഴുതേണ്ടത് സിഗ്മ 2pz 2 ഇലക്ട്രോൺ, ദെൻ വി വിൽ ബി ഹാവിംഗ് പൈ 2px ഈക്വൽ ടു പൈ 2py.
ഇലക്ട്രോൺ എണ്ണി നോക്കി 2 2 4 4 2 6 6 2 8 8 2 10 10 2 12 12 2 14 പൈ 2px ഈക്വൽ ടു പൈ 2py കഴിഞ്ഞാൽ അടുത്ത വരുന്ന പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. സോ നെക്സ്റ്റ് വിൽ ബിക്കം പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. കറക്റ്റാ? സോ 2 2 4 4 4 8 8 4 12 12 14 ആയി, മൊത്തം 16 മതി. പൈ സ്റ്റാർ 2pxന്റെ എനർജിയും പൈ സ്റ്റാർ 2pyയുടെ എനർജിയും സെയിം ആയതുകൊണ്ട് ആ 2 ഇലക്ട്രോൺ ഇവിടെ ഓരോന്നിലായിട്ട് ഫില്ല് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? നമ്മൾ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുന്നത്. സോ ഇങ്ങനെയാണ്. ഇനി ഇതിന് ശേഷം നമുക്ക് ഫ്ലൂറിൻ ആകുമ്പോൾ 2 വരും, ദെൻ നിയോൺ ആകുമ്പോൾ 2 കൂടി വരും. അങ്ങനെ നമുക്ക് ഇത് ഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഡിവൈഡ് ബൈ 2. അപ്പൊ നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ പർട്ടിക്കുലർ മോളിക്കൂൾ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ സ്റ്റേബിൾ മോളിക്കൂൾ. ഇവിടെ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിനകത്ത് മൊത്തം പെയ്യഡ് ഇലക്ട്രോൺ ആണെങ്കിൽ, പെയ്യഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 2 ആയിട്ടാണ് വരുന്നതെങ്കിൽ, മൊത്തം പെയ്യഡ് ഇലക്ട്രോൺ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ആ മോളിക്കൂൾ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. പക്ഷെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അപ്പൊ എന്താണ് ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഹൈഡ്രജൻ മോളിക്കൂൾ നോക്കിയാൽ ഹൈഡ്രജൻ മോളിക്കൂൾ 2 ഇലക്ട്രോൺ ഉണ്ട്, ആ 2 ബോണ്ടിങ് ഓർബിറ്റലിൽ തന്നെയാണ്. സോ അപ്പൊ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ദാറ്റ് ഈസ് 2 മൈനസ് ആന്റി ബോണ്ടിങ്ങിൽ ഒന്നുമില്ല 0 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 2/2 ഈക്വൽ ടു 1. ബോണ്ട് ഓർഡർ 1 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം ഹൈഡ്രജനും മറ്റൊരു ഹൈഡ്രജനും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല, സോ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. നമ്മൾ ഹീലിയം മോളിക്കൂൾ നോക്കി അവിടെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്താൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 2, സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആന്റി ബോണ്ടിങ്ങിൽ അതിലും 2 ഡിവൈഡ് ബൈ 2 2 മൈനസ് 2 ഈസ് 0. സോ എന്ത് കിട്ടി? ബോണ്ട് ഓർഡർ 0 കിട്ടി. ബോണ്ട് ഓർഡർ 0 എന്ന് പറയുമ്പോൾ ആ മോളിക്കൂൾ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതും അതേപോലെ തന്നെ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ബോറോൺ മോളിക്കൂൾ എടുത്താൽ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കുമ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ 2 4 4 2 6 6 മൈനസ് ആന്റി ബോണ്ടിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 2 2 4 6 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2. കറക്റ്റാ? 6 മൈനസ് 4 ഡിവൈഡ് ബൈ 2. സോ അപ്പൊ എന്ത് കിട്ടി? 2/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബോണ്ട് ഓർഡർ 1 എന്ന് വന്നു. ദെൻ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഏറ്റവും രസമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു മോളിക്കൂളാണ് എന്തെന്ന് പറയുന്നത് നൈട്രജൻ മോളിക്കൂൾ എന്ന് പറയുന്നത്. നൈട്രജന്റെ കേസിനകത്ത് നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോണ്ടിങ് ഓർബിറ്റലിൽ 2 4 4 2 6 6 2 8 8 2 10 10 മൈനസ് ആന്റി ബോണ്ടിങ്ങിൽ 2 2 2 4 10 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 10 മൈനസ് 4 ഡിവൈഡ് ബൈ 2. അപ്പൊ എന്ത് വരും? 6 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ബോണ്ട് ഓർഡർ 3. അതുകൊണ്ടാണ് 2 നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ N ട്രിപ്പിൾ ബോണ്ട് N ഉണ്ടെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് പറ്റുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി നമ്മൾ ഓക്സിജൻ മോളിക്കൂൾ നോക്കിയാൽ ഓക്സിജന്റെ കേസിലാണ് നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തേ. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എത്രയാണ് വരും? 2 4 6 8 10 മൈനസ് ആന്റി ബോണ്ടിങ്ങിൽ 2 4 4 2 6 10 മൈനസ് 6 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2. അതായത് 2 ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്കൂളിലെ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, സോ അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ടോ VSEPR തിയറി വെച്ചിട്ടോ ഓക്സിജൻ മോളിക്കൂൾ പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്സിജൻ മോളിക്കൂൾ പാരാമാഗ്നറ്റിക് ആണെന്ന് പറയണമെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ച് മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മാത്രമാണ്. ഓക്കെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഡയമെൻഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.